കറുത്ത കുട്ടിയും വെളുത്ത കുട്ടിയും. കറുത്ത കുട്ടിയും വെളുത്ത കുട്ടിയും. പാരന്റിങ് എന്ന് പറയുന്നത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. വളരെ ഉയർന്ന ബോധ്യത്തിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം. കോമൺ ആയിട്ട് വരുന്ന ചില പാരന്റിങ് മിസ്റ്റേക്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വേർതിരിക്കുന്ന രീതി, ഭംഗിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത്, കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഇൻട്രോവേർട്ടിനെ നിർബന്ധിച്ച് എക്സ്ട്രോവേർട്ട് ആക്കാൻ ശ്രമിക്കുന്നു, എക്സ്ട്രോവേർട്ടിനെ നിർബന്ധിച്ച് ഇൻട്രോവേർട്ട് ആകാൻ ശ്രമിക്കുന്നു. അതുപോലെ പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത അക്കാഡമിക് ബ്രില്യൻസ്, മെമ്മറി പവറും ലോജിക്കൽ റീസണിങ്ങും ഉള്ള കുട്ടികൾ അല്ലാത്ത കുട്ടികളെ, അവർക്ക് ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും, ഒരുപാട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, വേറെ പല കാര്യങ്ങളിലും ഷൈൻ ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും എല്ലാ കുടുംബങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേസുകൾ കാണിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ, നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യമാണ്. ചെറുപ്പത്തിൽ ഈ കൂട്ടുകാരി സാമാന്യം വെളുത്ത ഒരു കുട്ടിയാണ്, നല്ല സുന്ദരിയാണ്. പക്ഷേ ഈ കൂട്ടുകാരിയുടെ 2 വയസ്സിന് മൂത്ത ചേച്ചി ഈ കുട്ടിയേക്കാളും വളരെയധികം കൂടുതൽ വെളുത്ത് ചുമന്ന് തുടുത്തിരിക്കുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ, ഈ കുട്ടിയെ കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ പുറത്ത് പോകുമ്പോൾ, ജസ്റ്റ് പുറത്ത് എന്തെങ്കിലും ചെറിയ സാധനം മേടിക്കാനൊക്കെ പോകുമ്പോൾ ചേച്ചി എടുക്കുകയും കുട്ടിയെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ എൻ്റെ കൂട്ടുകാരി എന്നോട് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു മധ്യഭാഗത്തുള്ള ഒരു ജില്ലയിൽ ആൺകുട്ടികൾ, ഇരട്ട ആൺകുട്ടികൾ ജനിച്ചു. ഒരാൾ കറുത്തിട്ടും ഒരാൾ വെളുത്തിട്ടും. ആ വീട്ടിൽ വെളുത്ത കുട്ടിയെ കട്ടിലിൽ കിടത്തുന്നു, കറുത്ത കുട്ടിയെ നിലത്ത് കിടത്തുന്നു. അപ്പോൾ എല്ലാ അഡ്വാൻറ്റേജസും വെളുത്ത കുട്ടിക്ക്, കറുത്ത കുട്ടിക്ക് കഴിവില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെളുത്ത കുട്ടി പഠിച്ച് നല്ല കോളേജിലൊക്കെ പഠിച്ചു. കറുത്ത കുട്ടി ഇടയ്ക്ക് നിന്ന് +2 എല്ലാം കഴിഞ്ഞ് പഠനം നിർത്തി, അങ്ങനെ പോയി. പ്രകടമായ വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. അതുപോലെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂട്ടുകാരി ഷെയർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ആ കൂട്ടുകാരിയുടെ അനുജത്തി വളരെ അധികം സുന്ദരി, അപ്സരസിനെ പോലെ സുന്ദരിയായ ഒരു അനുജത്തി. ഇത് സാധാരണ ഒരു സുന്ദരിയും, 2 സുന്ദരികളാണ്. പക്ഷേ ഈ സൗന്ദര്യത്തിലുള്ള ഡിഫറൻസ്, ആ കുട്ടി വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ വേറൊരു രീതിയാകുമായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എല്ലാ കാര്യങ്ങളിലും ആ കുട്ടിയെ, അനിയത്തിയെ ഫേവർ ചെയ്യുന്നു, ഈ കുട്ടിയെ വഴക്ക് പറയുന്നു, ഭക്ഷണത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും പാർഷ്യാലിറ്റി കാണിക്കുന്നു. ഇത് സങ്കടത്തോടുകൂടി എൻ്റെ ബന്ധുവിനോട് വന്ന് പറയുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം, പഠനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു, പറയുകയാണ് അവൻ നന്നായിട്ട് പഠിക്കും, അവള് പിന്നെ വെറുതെ സ്കൂളിൽ പോയി വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവരുദ്ദേശിക്കുന്നത് ഇനി ഒരു ഗസ്റ്റ് വരുമ്പം ഇവളും നന്നായിട്ട് പഠിക്കുമെന്ന് കേൾപ്പിക്കാൻ വേണ്ടി ഒരു കോമ്പറ്റിറ്റീവ് ഒരു നേച്ചർ കൊടുക്കുകയാണ് എന്നുള്ള ഒരു വാശി. പക്ഷേ എല്ലാ വാശികളും അങ്ങനെ ശരിയാവാറില്ല. പലതും കൂടുതൽ ഡൗൺ ആക്കാറാണ് ചെയ്യാറുള്ളത്. പിന്നെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളോട് എപ്പോഴും ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വായൊന്ന് അടച്ചു വെച്ചൂടെ എന്ന് ചോദിക്കുന്നു. അവരുടെ രീതി ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവരതിനനുസരിച്ച് സ്വയം റെഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യരോടൊന്ന് മിണ്ടിക്കൂടെ, എന്താണ് ഇങ്ങനെ ഒരു ഇതില്ലാതെ ഇരിക്കുന്നത്, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഹെഡ് വെയിറ്റ് ആണെന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അത്, അല്ലെങ്കിൽ അവർക്ക് വലിയ എന്തോ അഹങ്കാരമാണ്, സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. അവരുടേതായ മേഖലയിൽ കംഫർട്ട് ഉള്ള സ്ഥലത്ത് അവരുടെ എക്സ്പെർട്ടൈസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവർ വാചാലരാകുന്നത് കാണാം. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇപ്പം ചില കാര്യങ്ങൾ, പല പല തരത്തിലുള്ള കഴിവുകളാണ് കുട്ടികൾക്കുള്ളത്. നമ്മുടെ സ്കൂൾ സിസ്റ്റം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി അനുസരിച്ച്, പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് കുറേ അപ്ഡേഷൻസ് ഒക്കെ വരുത്തുന്നുണ്ട്, ഒരുപാട് വരുത്താനും ഉണ്ട്. അപ്പം ഇത് നമ്മുടെ മാതാപിതാക്കൾ, വീട്ടിലുള്ള ആൾക്കാർ ഇത് മനസ്സിലാക്കി തൻ്റെ കുട്ടി ഈ ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഫിറ്റിൻ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം അല്ലാതെയുള്ള റെമഡിയൽ ടീച്ചിങ്ങും അല്ലാതെ പല കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള പാരലൽ സിസ്റ്റംസ് ഒക്കെ ഒരുപാടുള്ള ഈ സമയത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ നോക്കി കണ്ടുപിടിച്ച് കുട്ടിയുടെ കഴിവിന് അനുസരണമായി ഗൈഡ് ചെയ്യാൻ സാധിക്കണം.
ചില കഴിവുകൾ നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അങ്ങനെയുള്ള സമയത്ത് കുറച്ച് സമയം ക്ഷമാപൂർവം വാട്ട് ഈസ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് നോക്കി ആ കാര്യം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകെ പോകെ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് കണ്ടെത്തിക്കോളും. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ജീവിതത്തിന് ഉള്ള ആർജവവും ഊർജവും ഉണ്ടായി കൊടുക്കുക, അതാണ് ആത്യന്തികമായ ലക്ഷ്യം. സൗന്ദര്യമുള്ള മക്കൾ, സൗന്ദര്യമില്ലാത്ത മക്കൾ, കഴിവുള്ള മക്കൾ, കഴിവില്ലാത്ത മക്കൾ, വാക്ചാതുര്യം ഉള്ളവർ, സംസാരിക്കാൻ അത്ര പോരാത്തവർ, എല്ലാ തരത്തിലുള്ള മക്കളും മാതാപിതാക്കൾക്ക് ജനിക്കും. കിട്ടിയ മക്കളെ അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഗിവൺ സിറ്റുവേഷനിൽ നിന്ന് അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുത്ത് ലൈഫ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നതാണ് ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത്. എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും അവരുടെ കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തി അവർക്കും സമൂഹത്തിനും അഭിമാനവും സന്തോഷവും ഉപകാരപ്രദവുമായ രീതിയിൽ കഴിവുകളെ വളർത്തി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. താങ്ക് യു.